ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ചു. പ്രതിഷേധ സൂചകമായി CPIM പ്രവർത്തകർ സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ ആന കയറിയതെ തുടർന്ന് റിസോർട്ട് ഉടമ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: മര്യാദക്ക് വർത്താനം ഞാൻ ഒരു പട്ടണക്കാരനാ. ഇനിയൊന്നും ഇതുപോലെ ആന പ്രശ്നമുള്ള സ്ഥലത്ത് തന്നെ ഡീസൽ പണി എന്തും മര്യാദയാണോ? സർക്കാർ പൈസ സർക്കാർ പൈസ തന്നേക്കൂടെ ജോലിക്ക് വെച്ചിരുന്നാ സർക്കാർ നമ്മളെ ജോലി സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ നല്ല വരാൻ പറ്റുള്ളൂ. താങ്കൾ എഴുതിയത് സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ തന്നില്ലെന്ന്. നമുക്ക് നോക്കാം, ഡീസൽ അടിച്ചിട്ട് വണ്ടി വന്ന്. മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. പതിവായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ആളുകളുടെ സ്വൈര്യജീവിതം താളം തെറ്റിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ചു. തുടർച്ചയായി കാട്ടാനാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. പ്രതിഷേധ സൂചകമായി CPM പ്രവർത്തകർ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ഒരു 2,40,00,000 രൂപ 4-5 വർഷമായിട്ട് ഇവിടുത്തെ DFO വെച്ചിരിക്കുകയാണ് സോളാർ വേലി പണിയാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നാളെ ടെൻഡർ കൊടുക്കാമെന്ന് പറയും. നാളിതുവരെ ഈ സംവിധാനത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല. ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ടുവന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്നത്. സർക്കാരിനെ ഇടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെ ഈ ജനങ്ങൾ മുഴുവനും റോഡിലിറങ്ങും. ഫോറസ്റ്റുകാരനെ ഈ സർക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യും. കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. കാട്ടാനാക്രമണം പ്രതിരോധിക്കാൻ വനവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പരാതി. കാട്ടാന ഇറങ്ങിയ വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചാൽ പലപ്പോഴും നിസ്സംഗതിയാണ് മറുപടിയെന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്നും ആക്ഷേപമുണ്ട്. അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. അതിൻ്റെ റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ മേളിൽ മതിലുകളൊക്കെ അടിച്ചു പൊട്ടിച്ച് എൻ്റെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ഒരല്പ ഇതിൽ വ്യത്യാസത്തിൽ രാവിലെ പാല് മേടിക്കാൻ നിന്ന് ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെതിരെ ഒരു ശക്തമായ നിലപാട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു മാർഗവുമില്ല. വിഷയത്തിൽ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നതോടെ വലിയ ഭയപ്പാടോടെയാണ് കർഷകർ കഴിഞ്ഞുകൂടുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കാന്തല്ലൂർ മേഖലയിൽ ഇതാണ് അവസ്ഥ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.